യാതൊരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻ ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ബുദ്ധിമുട്ടും ടയർ വാങ്ങിച്ചു വെച്ചിട്ട് 10 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. 120 കോടി വണ്ടി, കാറ് 90. എന്താണിത്? ഇവിടെ നല്ല നീറ്റാണ് കേട്ടോ വണ്ടി. നല്ല ഒരു പെയിന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ട് നീറ്റ്. യാതൊരു റീപ്ലേസ്മെന്റോ കാര്യമുള്ള മെക്കാനിക്കൽ ഹൈ ക്വാളിറ്റി വരുന്ന വണ്ടിയാണ്. തിരിച്ച് വന്നാൽ ഇവൻ പിടുത്തം വിടും. ഇവ അതിൽ രാജാവാ. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആണ് വണ്ടി ഓടിക്കാനും. അതിന്റെ ഇന്റീരിയലും അതിന്റെ ബോഡിയും എല്ലാ ഭാഗവും. നമസ്കാരം. അങ്ങനെ നമ്മളെ വണ്ടൂർ കാസിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിക്സ്ഡ് വെഹിക്കിൾസ് ആണ് കാണിച്ചത്. ഇന്നത്തേലും മിക്സ്ഡ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഷോർട്ട സ്വാഗതം. അപ്പോ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കയറി കാണാം. ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇന്നത്തേലും മിക്സ്ഡ് തന്നെയാണ്. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഉണ്ട്. കോമ്പാക്ട് SUV, ഹാഷ്ബാക്ക്, സെഡാൻ തുടങ്ങിയ എല്ലാ കാറ്റഗറിയിലും അത്യാവശ്യം നല്ല വിലപ്പാകത്തിൽ എല്ലാ വാഹനങ്ങളും ലഭിക്കും. അത്രേ ഉള്ളൂ. ബാക്കി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വാട്സപ്പ് നമ്പർ, നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ എല്ലാം തന്നെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും, ചാനലിലല്ല വീഡിയോ ഡിസ്ക്രിപ്ഷനിലും, അതേപോലെ തന്നെ വീഡിയോയുടെ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കൊടുത്തിട്ടുണ്ട്. പലരും നമ്പർ കൊടുത്താലും പിന്നെയും കൺഫ്യൂഷൻ അടിച്ച് വിളിച്ച് ചോദിക്കും നമ്പർ എവിടെയാണ് കൊടുത്തതെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. വീഡിയോയുടെ വലതു ഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടത്തില്ല, നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. ഒരു കോമ്പാക്ട് സെഡാൻ ഹോണ്ട അമേസ് KL25 പുനലൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറഞ്ഞോളൂ. അമേസ് പെട്രോൾ എസ് വേരിയന്റ് 2018 മോഡലാണ്. മിഡിലാണ്. ഓക്കെ, 90,000 കിലോമീറ്റർ ആണ്. ഫുള്ള് കമ്പനി സർവീസ്. യാതൊരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻ ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. മാനുവൽ S ആണ് വേരിയന്റ്. ഇത് നമുക്ക് 5,40,000 കൊടുക്കാൻ പറ്റും. ഓക്കെ, 5,40,000 രൂപയ്ക്ക് 2017 18 മോഡൽ. 18 മോഡൽ S ഓപ്ഷൻ അമേസ് സ്വന്താക്കാം. പെട്രോൾ വാഹനമാണ്. 1.2 ലിറ്റർ എഞ്ചിനാണ് വരിക. അതെ, ഒരു 13 മുതൽ 16 റേഞ്ച് വരെ മര്യാദ ഓടിച്ചാൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. മാനുവൽ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഉണ്ട്. മെയിൻ്റനൻസ് ഫ്രീ ആണ്. വളരെ കുറവാണ്. ഓക്കെ, അമേസിന് ഹോണ്ടയിൽ മൈലേജ് ഇല്ലായിട്ടാണ്. പെട്രോൾ ആയാലും ഡീസൽ ആണെങ്കിലും അമേസിൽ പെട്രോളും ഡീസലും മൈലേജ് ഇല്ല ഐറ്റം വണ്ടികളാണ്. മൈലേജ് ഉള്ള ഐറ്റാണ്. പെട്രോൾ ആയാലും ഡീസൽ ആയാലും അത്യാവശ്യം കിട്ടും. ന്യൂ ഷേപ്പ് ആണ് വണ്ടി വരുന്നത്. നല്ല ബോഡി ക്വാളിറ്റി ആണ് കേട്ടോ. മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. ഒന്നുമില്ല. ഏകദേശം 4.5-5 ലക്ഷം അടുത്ത് ലോണും പ്രതീക്ഷിക്കാം കിട്ടും. ഓക്കെ, മഹീന്ദ്ര TUV ആണ്. TUV 300 ടഫ് യൂട്ടിലിറ്റി വെഹിക്കിൾ KL29 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടു? 2015 മോഡൽ വണ്ടി, T8 ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. പുതിയ ബാറ്ററി, 4 ഫ്രഷ് ന്യൂ ടയർ. ഓക്കെ, ബുദ്ധിമുട്ടൻ ടയർ വാങ്ങിച്ചു വെച്ചിട്ട് 10 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. നല്ല വണ്ടിയാണ്. പിന്നെ ഏകദേശം ഒരു 17, 18, 16, 17 മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണത്. 1500 താഴെ വരുന്ന CC ആണ് വണ്ടിക്ക്. അപ്പൊ ഇൻഷുറൻസും കാര്യങ്ങളും ഏകദേശം ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു 4,550, ഒരു 4,300 രൂപ വരും. ഒരു ഫുൾ കവറൊക്കെ ഒരു 5 രൂപ 6 രൂപ അതിലോട്ട് ഒതുങ്ങാവുന്ന ഇൻഷുറൻസ് അടക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് T00. അതെ, പിന്നെ ഏകദേശം ഒരു 490 റേഞ്ചിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു 4-4.25 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ഞാൻ ചുരുക്കി പറയാം. 2015 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ ഓടിയ TUV 300 4,90,000 ആസ്കിംഗ് ആണ്. അതിൽ 4.4 വരെ ലോണും കിട്ടും. അങ്ങനെയാണ് ഒരു 65,000 രൂപ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്ന ഒരു 7 സീറ്റർ വാഹനമാണ്. അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ടയർ 4 മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കാനില്ല. മെക്കാനിക്കലായിട്ട് വണ്ടി എങ്ങനെ റോഡിന്റെ പ്രശ്നങ്ങളൊന്നും 60-70 കിലോമീറ്റർ വരെ കമ്മിയാർ സർവീസിന്, ബാക്കിയുള്ള സർവീസ് പുറത്തായത് അല്ല. ഇപ്പൊ നിലവിൽ നിങ്ങൾ ഓടിച്ചിട്ട് മെക്കാനിക്കൽ എല്ലാം പെർഫെക്റ്റ് വെച്ചിട്ടില്ല. എല്ലാ വർക്കും തീർത്ത് വെച്ചിട്ടില്ല. നിങ്ങളെ വാക്കായോട്ട് നമുക്ക് വിശ്വസിക്കാം. വേറൊന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. എറ്റിയോസ് ലിവ, ഒരു എന്താ പറയാ വൈറ്റ് കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ടോൺ ആണ്. KL28 രജിസ്ട്രേഷൻ. കേരള വണ്ടിയല്ലേ ഇത്? ഒറിജിനൽ കേരള വണ്ടി. ഫുൾ ഓപ്ഷൻ VXD. ഓക്കെ, ഈ VXD 2 ഓപ്ഷൻ വരും. ഒന്നിന് അലോയിൽ ഈ ടൈപ്പ് അല്ല വരിക, വേറെ ടൈപ്പ് വരിക. ഇന്ത്യയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇത് 2 ടൈപ്പില് ഫസ്റ്റ് ടൈം ഉള്ളത്. അത് മറ്റേ VX പ്രീമിയം ആണ്, VXD പ്രീമിയം ആണ് വരിക. ഇതിന്റെ കുറച്ചുകൂടെ ലുക്കാണ്. അതെ, 2 വ്യത്യാസം വരുന്ന ടൈപ്പ്. ഇത് 2017 മോഡലാണ്. VXD ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 4 ഫ്രഷ് ടയർ വാങ്ങിച്ചിട്ട് ടയറാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസിലെ വണ്ടിയാണ്. എത്ര ഓട്ടം പോയി? ഇത് 1,30,000 കിലോമീറ്റർ ഫുള്ളും കമ്പനി സർവീസ്. 17 ടൊയോട്ട എഞ്ചിനാണ്. ടൊയോട്ട എഞ്ചിൻ ഒരു പ്രശ്നം മേടിക്കാനില്ല. മൈലേജ് ഉണ്ടാവും.
റീപ്ലേസ് എല്ലാ ഭാഗവും ഒരു സീറ്റ് കവർ പുതിയതാണ്, എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് വെച്ച വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. 4 പുത്തണ്ടാളുള്ള വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 690 നമുക്ക് ചോദിക്കുന്നത്. 2017 VXT ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 690. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും 1.20 വണ്ടിക്ക് 690 എന്താണിത്? പക്ഷെ ലിവയുടെ അത് മാത്രമല്ല ഏറ്റവും ടോപ്പ് വേരിയന്റാണത്. അങ്ങനെയാണ് ഇതിന്റെ റേഞ്ച്. കാര്യമില്ല. അതെ അതെ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഒരു 6 lakh ലോൺ തരും കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഒരു 90,000 1 lakh അകത്ത് കണ്ടാലും ഇറക്കാം നമുക്ക് ഇറക്കാം. വാഹനം ഫുൾ ഓപ്ഷൻ ഡീസലാണ്. വണ്ടൂർ കാർസിന്റെ മുഖമുദ്ര ഐറ്റത്തിൽ ഒന്ന് വന്നു. റെനോ ഡസ്റ്റർ ആണ്. KL 7 രജിസ്ട്രേഷൻ ആണ് വാഹനം. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2013 മോഡൽ. 13 മോഡല് RXL 85 വരുന്ന വണ്ടി. മിഡിൽ ഓപ്ഷൻ 85 തന്നെയല്ലേ ഇപ്പൊ എടുക്കുന്നുള്ളൂ? 85 മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ 85 വണ്ടി ചെയ്യില്ല. പക്ഷെ നമുക്ക് ഹോളിൽ വരുന്ന ഡസ്റ്റർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ടെറാന 2 ടെറാന നമുക്ക് വരുന്നുണ്ട്. 2 ഇപ്പം നിലവിൽ നമുക്ക് ടച്ച് ആൻഡ് പോളിഷ് നിർത്തിയിട്ടുള്ള 2 ഷോപ്പിലേക്ക് വന്നിട്ടില്ല. 2 വണ്ടികൾ നമുക്ക് 2013 ഉണ്ട്, 2016 ഉണ്ട് വരുന്നുണ്ട് ഷോപ്പിലേക്ക്. ഇത് 2013 മോഡൽ 85 PS സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഒരു 1,22,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒരു 90-95 1 ലക്ഷം വരെ കമ്പനിയിൽ ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 3,90,000 കൊടുക്കാൻ വെച്ച വണ്ടിയാണ്. RXL മിഡിൽ ഓപ്ഷൻ ഡസ്റ്റർ ആണ്. 85 ഡീസൽ. ഒരു ഇതിന് 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓക്കെ, വലിയ മെയിൻ്റനൻസും വരില്ല. മറ്റേ വണ്ടിനെ അപേക്ഷിച്ചിട്ട് വലിയ മെയിൻ്റനൻസ് ഇല്ലാത്തൊരു വാഹനമാണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയർസിന്റെ അവസ്ഥ എന്താ? മോശമല്ല. ഇത് ഫ്രണ്ട് നല്ല ടയർസ് ആണല്ലോ. ആണ്, മോശമല്ല, നല്ല ടയറാണ്. ഓക്കെ, പുറകിൽ അത്യാവശ്യം നല്ല ടയർസ് ആണ്. ഓക്കെ, ആ ഭാഗത്തേക്കൊന്നും നോക്കാനില്ല. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ക്ലെയിം ഉണ്ട് ഇങ്ങോട്ട് പറയണേ. തീർച്ചയായിട്ടും ക്ലെയിം ഉണ്ട് പറയണം. ഇത് ബമ്പർ കാര്യം ഇല്ലെന്നാണ്. ബമ്പർ കാര്യങ്ങളല്ല, അങ്ങനത്തെ പാർട്സുകളൊന്നും മാറി. അങ്ങനെ അടി ഉണ്ടെങ്കിൽ ഉള്ളോട്ടേക്കുള്ള തീർച്ചയായിട്ടും അങ്ങനത്തെ മാറിയില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ 3,90,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. 3.5 ലോൺ കിട്ടോ? 3,000 പ്രതീക്ഷിച്ചോ? കാല് അത്ര കുറച്ച് പറയുന്നതാണ്. നോക്കാം തീർച്ചയായിട്ടും. ഓക്കെ, 7 സീറ്റർ ഹോണ്ട മൊബൈലിയോ KL 16 ആറ്റിങ്ങൽ തിരുവനന്തപുരം രജിസ്ട്രേഷൻ. ആറ്റിങ്ങലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. നല്ല നീറ്റ് ആണ് കേട്ടോ വണ്ടി. നല്ല ഒരു പെയിന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണ്ട് നീറ്റ്. അതേ മെക്കാനിക് ക്വാളിറ്റി ഉണ്ട്. സൂപ്പർ വണ്ടി. 2014 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഫുള്ള് കമ്പനി സർവീസ് ആണ്. നിലവിൽ 1,32,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പ്രോപ്പർ കമ്പനി സർവീസ് കൊണ്ടിരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ ഏകദേശം 70-80% ടയർ ഉണ്ട്. പിന്നെ ഡീസൽ ആയതുകൊണ്ട് ഏകദേശം 18-19 ഡീസൽ മൈലേജ് കിട്ടാവുന്ന 7 സീറ്റ് വണ്ടിയാണ്. 7 സീറ്റ്. അതെ. പിന്നെ ഹോണ്ടയെ കുറിച്ച് കൂടുതൽ കംപ്ലൈന്റ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ടാക്സി കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതും BRV എന്ന ഹോണ്ടയുടെ 7 സീറ്റ് വണ്ടി. അതും ഇത് ഇഷ്ടം പോലെ ടാക്സി കാർ ശേഷം വന്നതാണ് BRV. അതും ഇതും ഒരുപാട് കസ്റ്റമർ സ്ഥിരമായി നമ്മളത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മൾ 470 വില പറയുന്നത്. സോറി, 490 വില പറയുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? വി ആണ് ഓപ്ഷൻ. 4,90,000 രൂപയാണ് വണ്ടിയുടെ വില പറയുന്നത്. എന്തെങ്കിലും നോർമൽ വ്യത്യാസം ചെയ്ത് നമുക്ക് വണ്ടി കൊടുക്കാം, ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നല്ലൊരു ഡീസൽ 7 സീറ്റർ നിങ്ങൾക്ക് ഈ ഒരു 4,90,000 സ്വന്തമാക്കാം. എനിക്ക് തോന്നുന്നു ഒരു 4.5 കയറും. 4,400 തരാം. 4 to 4,400 ഒരു ബാങ്ക് തരുന്നുണ്ട്. 65,000 മിനിമം നമ്മൾ കണ്ടാൽ മതി. ഇറക്കാം. ഓക്കെ, i20 ആണ്. KL 34 രജിസ്ട്രേഷൻ. എലൈറ്റ് i20 ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഗ്രില്ല് മുകളിൽ വെക്കുന്നത് വെറുതെ പറിച്ചെടുക്കാം. അതെ. ഇത് 2015 ഇയർ. ഇതും 1 lakh ഓടിയിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ അതേപോലെ പ്രോപ്പർ കമ്പനി സർവീസ്. ഓണർഷിപ്പ് സിംഗിള്, യാതൊരു അപാകതയില്ല. ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് നിലവിൽ തീർന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം വരെ ഈ വണ്ടി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കട്ടാവാതെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് കഴിഞ്ഞ. അല്ല, ഇനി പറ്റത്തില്ല. ഇനി നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കും. കാരണം അവിടെ വെറുതെ ഇൻഷുറൻസിന്റെ ടൈം കളഞ്ഞു കൊണ്ടു വെച്ചാൽ മാത്രം എടുക്കാതിരുന്ന വണ്ടി. യാതൊരു റീപ്ലേസ്മെന്റ് കാര്യമുള്ള മെക്കാനിക് ഹൈ ക്വാളിറ്റി വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. ആസ്റ്റിയാണ്. ബട്ടർ സ്റ്റാർട്ട് വരുന്ന ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അല്ല, ഇത് എത്ര മോഡൽ? 15 മോഡൽ. 15 ഏറ്റവും ടോപ്പിൽ വരുന്നത്. 16 ലാസ്റ്റിലാണ് ഓപ്ഷനിൽ വരുന്നത്. അത് അന്ന് ഇതേ ഇറങ്ങും. മറ്റേ പിന്നെ പുതിയ വണ്ടി ഇറങ്ങിയ എണ്ണം കൂടി അത്ര. ഹെഡ് ലാമ്പ് മാറിയും പ്രൊജക്ടഡ് വരും. അത്രേ മാറ്റമുള്ളൂ. ബാക്കി അന്നത്തെ ഏറ്റവും ടോപ്പിൽ 2015 ഡീസലാണ്. മൈലേജും ഇവനും രാജാവാണ്. അതെ, ഒരു 19-20 പ്രീമിയം ഹാഷ് ബാക്കിൽ അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. ഓടിക്കാൻ അതൊരു പവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു 1.4 ലിറ്റർ വരുന്ന വണ്ടിയാണ്. ഇത് നമ്മള് 5,20,000 രൂപയാണ് ആസ്കി. 2015 വാഹനം അല്ല, ഡീസലാണ്. i20 ആസ്റ്റ.
ഓക്കെ, 5,20,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. അതെ, നമുക്ക് ഒരു 4-4.25 ഇതിലും കിട്ടുമല്ലോ. 4 നോർമലി നമുക്ക് പ്രതീക്ഷിക്കാം. 4.5 വരെ. അതെ, അപ്പൊ ഒരു 50,000-70,000 രൂപ. 70,000 കണ്ടാൽ ഇറക്കാൻ പറ്റും. വണ്ടിക്ക് 5 ലക്ഷം 4.25 ലോൺ കിട്ടുമായിരിക്കട്ടെ. ഞാൻ ഏറ്റവും കുറച്ച് പറഞ്ഞാൽ മതി. ആൾക്കാർ വിളിച്ചോണ്ടിരിക്കും, അവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. കുറച്ച് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ അടുത്ത വണ്ടിയിലേക്ക് പോകാം. രാജാവ് വന്നു. ഫോർഡ് എക്കോസ്പോർട്ട് KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇന്ന് ഫോർഡ് തിരിച്ചു വരാമെന്ന് പല ന്യൂസും കേൾക്കുന്നുണ്ട്. കറക്റ്റ് അറിയില്ല. തിരിച്ച് വന്നാൽ ഇവൻ പിടുത്തം വിടും. ഇവ അല്ലെങ്കിൽ രാജാവാ, ഇപ്പോഴും രാജാവാണ്. നിർത്തിപ്പോയിട്ട് രാജാവാണ്. ഒന്നും പറയില്ല. ഇത് 2016 മോഡൽ, ബട്ടർ സ്റ്റാർട്ട് വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്. അതുപോലെ തന്നെ 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയില്ല. ഈ 1 ലക്ഷം പ്രോപ്പർ കമ്പനി സർവീസ്, ഒരു സർവീസ് പോലും പുറത്ത് ചെയ്തിട്ട് എല്ലാം കണ്ടിന്യൂസ് സർവീസ്, റീപ്ലേസ്മെന്റ് ഇല്ല. എല്ലാം ഡീസൽ വണ്ടി, സൂപ്പർ മെക്കാനിക് വണ്ടി, ഒരു അപാകത ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 2016 സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, ടോപ്പ് എന്താ തോന്നുന്നു. ബട്ടർ സ്റ്റാർട്ട് ടൈറ്റാനിയത്തിൽ വരുന്നു. ടൈറ്റാനിയം പ്ലസ് ആണ് വരുന്നത്. ഇത് ടൈറ്റാനിയം ഓപ്ഷൻ വരും, അതിന് 6 എയർ ബാഗ് വരും. ഇത് ഡബിൾ എയർ ബാഗും ബട്ടർ സ്റ്റാർട്ടും വരുന്ന ടൈറ്റാനിയം പ്ലസ് ആണ് ഓപ്ഷനിൽ വരുന്ന 6 എയർ ബാഗ് വരാത്ത വണ്ടി. അതാണ് വാഹനം. ബട്ടർ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഫുൾ കമ്പനി സർവീസ് ആണ്. വണ്ടിയുടെ ഭാഗത്തൊക്കെ ഒന്നും പേടിക്കണ്ട. മൈലേജ് ഉണ്ടാവേ 18 നോർമൽ പ്രതീക്ഷിക്കാം. ഓടിക്കാൻ ഞാൻ പറയണ്ടല്ലോ, പെർഫോമൻസ്, സേഫ്റ്റി, കയറിയിരുന്നാൽ തന്നെ ഒരു ഒരു പവർഫുൾ വണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 6.20 ആസ്കിങ്. 6.20. 6,20,000 2016 ടൈറ്റാനിയം പ്ലസ് ഫോർഡ് എക്കോസ്പോർട്ട് ആണ്, ഡീസൽ വാഹനം. ഓക്കെ, ഒരു 5-5.25 ലോൺ കിട്ടും. 5.25 വരെ ലോൺ പ്രതീക്ഷിക്കാം, കിട്ടും. ഓക്കെ, അപ്പൊ ഒരു 10,40,000 രൂപ പ്രതീക്ഷിക്കാം. അതിനുള്ളിൽ കണ്ടാൽ മതി. അഡ്ജസ്റ്റ് ചെയ്ത് തന്നാലും അതിനുള്ളിൽ കണ്ടാൽ മതി, ഒന്നും പറയാനില്ല. ഓക്കെ, കഴിയുന്നതും എന്താ പറയാ വന്നത്, ലോൺ എടുക്കേണ്ടത്. അതല്ല, ലോൺ എപ്പോഴും കുറച്ചെടുക്കാന്നല്ല, കാരണം ഇത് അടച്ചു തീർക്കേണ്ടത് കസ്റ്റമർ. ഞാൻ കഴിയുന്നത് കസ്റ്റമർ പറയണേ, നമുക്കത് ഇങ്ങനത്തെ അടച്ചു തീർക്കാൻ പറ്റുന്നതാണോ? ഒരു വണ്ടി കച്ചവടം ചെയ്യതല്ല, അവരത് കുടുങ്ങാൻ പാടില്ലല്ലോ. നമുക്ക് പൈസ കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ചിന്താഗതിയല്ല. കുടുങ്ങിപ്പോണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ വണ്ടി എടുത്തോ, അതേ വലിയൊരു വണ്ടി എടുത്ത് കുടുങ്ങിപ്പോണ്ടല്ലോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്വിഫ്റ്റ് ആണ്. എവിടെ ഷോട്ടോ? KL58 തലശ്ശേരി വണ്ടിയാണ്. അതെ, പറഞ്ഞോളൂ. ഡീസലാണ്, 2014 മോഡല്, ഓണർഷിപ്പ് സെക്കൻഡ്, 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4 ബ്രാൻഡ് ന്യൂ ടയർ, 4. ഓക്കെ, വീഡിയോ ഡീസൽ 2014 വീഡിയോ 90,000 ഓടിയ സ്വിഫ്റ്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. ഓക്കെ, 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്കിത്? 4.30. 4,30,000. 2014 VDI സ്വിഫ്റ്റ്. ഓക്കെ, അതില് ഒരു 3.25 ലോൺ വരും. 3.5 to 3.25 പ്രതീക്ഷിക്കാം മാക്സിമം. അത്രേ കയറത്തുള്ളൂ. ചിലപ്പോൾ 4 കയറാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കസ്റ്റമർക്ക് 4 പേര് തരാന്ന് ഫിനാൻസുകാർ പറഞ്ഞിട്ടുണ്ട്. 3.25 നോർമൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ എക്സ്പെൻസും കാര്യമൊക്കെ കഴിച്ച് 10 രൂപ എന്തായാലും ബാങ്കിന്റെ എക്സ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. 3.25 നോർമൽ പ്രതീക്ഷിക്കാം. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഒരു വർക്കില്ല, എല്ലാ ഭാഗം തീർച്ചയായും സീറ്റ് കവർ കാര്യം എല്ലാം ചെയ്ത് ബ്രസ KL59 തളിപ്പറമ്പ് രജിസ്ട്രേഷനുള്ള ഒരു ബ്രസയാണ്. ഇത് ഡീസലാണോ പെട്രോളോ? ഡീസലാണ്. നന്നായി. 2017 മോഡൽ VXD ആണ് വണ്ടി. സോറി, പോയതാ. ZDI ആണ് വണ്ടി വരുന്നത്. പ്ലസ് ഇല്ല, ഓൺലി ZDI മാത്രം. ഒരു റീപ്ലേസ്മെന്റും ഇല്ല കേട്ടോ. നല്ല മെക്കാനിക്, നല്ല ക്വാളിറ്റി, അടിപൊളി വണ്ടി. എത്ര വണ്ടി? 1,30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 17 മോഡൽ 1,30,000 കിലോമീറ്റർ. ഈ 1,30,000 കമ്പനി സർവീസ് ആണ് ഈ വണ്ടി. 1,30,000 ഓടിയെങ്കിൽ ഇപ്പോൾ ഒരു 60,000 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി നിലവിലുണ്ട്. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആണ് വണ്ടി. ഓടിക്കാനും അതിന്റെ ഇന്റീരിയലും അതിന്റെ ബോഡിയും എല്ലാ ഭാഗവും പെർഫെക്റ്റാ. ടയേഴ്സും ഉണ്ട്, എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയ വണ്ടിയാണ്. നമ്മളിത് 6,90,000 വണ്ടി നമ്മൾ കൊടുക്കും. 2017 ZDI ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന ബ്രസയാണ്. ഡീസലാണ്, മൈലേജ് ഉള്ള സെഗ്മെന്റ് വാഹനമാണ്. 6,90,000 അല്ലേ? 6,90,000 കൊടുക്കാം. ഓക്കെ, ഫിനാൻസ് ഒരു 6 ലക്ഷം രൂപ നമുക്ക് നോർമൽ ഫിനാൻസ് കിട്ടും. 90,000 അകത്ത് ഇറക്കാം. അതെ, അത് നല്ല വണ്ടി. ഞാൻ എടുത്ത് പറഞ്ഞു, സൂപ്പർ വണ്ടി. എടുക്കുന്ന പാർട്ടിക്കൊന്നും പണിയില്ല. കിലോമീറ്റേഴ്സിന് കൂടി ഓടിയാലും അതിന്റെ ഒരു ബുദ്ധിമുട്ട് വണ്ടി അറിഞ്ഞിട്ടില്ല. ഓക്കെ, പെർഫെക്ഷനാ വണ്ടി. ഓക്കെ,
നോക്കാം. എന്തായാലും കിലോമീറ്ററിന് ചിലപ്പം അവര് കമന്റ് അടിക്കും തീർച്ചയായും. കൂടുതലാണ്. അതിനെന്ത് എടുത്തു എന്താണ് പറഞ്ഞത്? ഇത് ചോദിക്കുന്നതല്ല. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അതൊക്കെ. ഓക്കെ, അടുത്ത വണ്ടി ഡസ്റ്റർ. വീണ്ടും ഡസ്റ്റർ KL 1 തിരുവനന്തപുരം വണ്ടി. പറഞ്ഞു. ഇത് 2017 മുതൽ RX S ആണ് വേരിയന്റ് വരുന്നത്. അതായത് എല്ലിന്റെ മേലെ RX S വരുന്ന 2017 മോഡൽ 75,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഡസ്റ്റർ. ഓക്കെ, 70,000 കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ടയർ. നേരത്തെ പറഞ്ഞ വണ്ടിയുടെ സെയിം മോഡൽ തന്നെയാണ്, സെയിം ഇയർ തന്നെയാണ്. രണ്ട് വേരിയന്റിൽ വരുന്ന വ്യത്യാസം. 75 ഓടിയ ഒരു വണ്ടിയാണ്. ചെറിയൊരു ഓട്ടം കൂടുതലുണ്ടാവും. കൂടുതലല്ല, വില കൂടുതലുണ്ടാവും. വില കൂടുതലുണ്ടാവും. ഇത് 740 വണ്ടിയുടെ വില വരുന്നത്. 740 ആണ് വണ്ടിയുടെ വില വരുന്നത്. മറ്റേത് 640 വണ്ടിയുടെ വില വരുന്നത്. 740 വണ്ടിയുടെ വില വരുന്നത്. ഇത് ഓപ്ഷനും കിലോമീറ്റർ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്ന വില. വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ് കേട്ടോ. സ്മൂത്ത് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഏകദേശം ഒരു 6.5 6.45 വരെ നമുക്ക് ലോൺ പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടി കൂടിയാണ്. ഓക്കെ, അത്രയും ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ, 7,40,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം പാസ് ചെയ്യുന്നത്. ഈ ആസ്ക് ചെയ്യുന്നൊന്നും ഫിക്സഡ് ഒന്നും അല്ല കേട്ടോ, ചെറിയ വ്യത്യാസം തരും. ആസ്കിംഗ് ആണ്. കിഷോർപ്പം വന്നു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. തീർച്ചയായിട്ടും. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. നല്ലൊരു അടിപൊളി കോഫി കളർ റിറ്റ്സ് ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. അതേപോലെ തന്നെ അകത്തൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. അതേപോലെ 4 പുതിയ ടയറും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 15 മോഡലാണ്. പെട്രോൾ VXI വണ്ടി, മിഡിൽ ഓപ്ഷൻ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഇല്ല, നല്ല അടിപൊളിയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല കേട്ടോ. ഓക്കെ, 80,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. 80,000 കിലോമീറ്റർ ആണ് വണ്ടി. അതേ മെക്കാനിക്കൽ ക്വാളിറ്റി ഉണ്ട് വണ്ടി. ഇത് നമുക്ക് 3,70,000 രൂപ കൊണ്ടുകൊടുക്കാം. 2015 80,000 ഓടിയ റിറ്റ്സ്, 4 പുതിയ ടയറും കാര്യങ്ങളും എല്ലാം വരുന്ന നല്ല അടിപൊളി വണ്ടി. 380 സ്വന്തമാക്കാം. 370 കൊടുക്കാം. 370 ലാസ്റ്റ് റേറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുഞ്ഞു വ്യത്യാസം ചെയ്യാം. ഒരു 3-3.4 ലോൺ കയറും. 3.25 ലോണും കിട്ടും, മാക്സിമം കിട്ടും അല്ല എന്തായാലും. ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ 35,000 രൂപ, 40,000 രൂപ വേണ്ട ഇറക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി വാഹനമാണ് റിറ്റ്സ്. പെട്രോള് അത്യാവശ്യം പെർഫോമൻസ് കാറാണ് അല്ല, മാരുതി തന്നെ മെക്കാനിക് വേണം. മൈലേജ് എനിക്ക് ഒന്ന് 5 കണ്ടാൽ മതി. 15-16 പ്രതീക്ഷിച്ചാൽ മതി. അതിന്റെ ഉള്ളിലായിട്ട് കണ്ടാൽ മതി, മുകളിലോട്ട് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു ഇതും. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് എന്തായാലും ഇവിടെ പറയാം. ഇനി എന്തായാലും 1-2 മാസം സ്റ്റോക്ക് വരും അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോ ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്, മറന്നു പോകണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സോ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തെടുക്കുക, നമ്പർ കൊടുക്കുക. പിന്നെ കിഷോറേട്ടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ വേറെ വണ്ടി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ കിഷോറേട്ടൻ കോൺടാക്ട് ചെയ്താൽ സോൾവ് ചെയ്ത് കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.